ഞാൻ ഇപ്പൊ നടക്കുന്ന കാര്യമാണ് കറന്റ് സിനാരിയോ ആണ് പറയുന്നത്. ഒരു IPS റാങ്ക് ഉള്ള അതൊക്കെ അങ്ങനെയൊക്കെ വേണം എന്നുള്ള രീതിയിലേക്കായിരുന്നു പിന്നെ എൻ്റെ മൈൻഡ് സെറ്റ് ഉണ്ടായിരുന്നത്. അതിനെ പറ്റി ചേട്ടൻ എന്താ അഭിപ്രായം? നമുക്ക് അങ്ങനെ ഒരാളെ ജഡ്ജ് ചെയ്തിട്ട് ഒരാളുടെ പേര് ഒരിക്കലും പറയാൻ പറ്റില്ല. വേണമെങ്കിൽ എൻ്റെ പേര് പറഞ്ഞു. നന്നായിരിക്കും അത്. ഞാനൊരു സജഷൻ അങ്ങനെ പറയില്ല. ഇല്ലാന്നൊന്നും പറഞ്ഞ അങ്ങനെ വലിയ മറ്റേ രാമനൊന്നും ചമയുന്ന അങ്ങനൊന്നുമില്ല. ഇതൊരു സ്ഥിരം ശീലമാക്കരുത് എന്നുള്ളൊരു അഭിപ്രായമുണ്ട്. കേരളത്തിൽ ഒരു വനിതാ മുഖ്യമന്ത്രി വേണമെന്ന ആവശ്യത്തിൽ ആരെ ചൂസ് ചെയ്യും? അമ്പോ അമ്പോ അത് ഭയങ്കര ഓപ്ഷൻ ഉണ്ടോ? എനിക്ക് ഇൻസ്പയർഡ് ആയിട്ടുള്ള ആളെ ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് ചിന്തിക്കേണ്ടി വരും. എനിക്ക് ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു വനിത എന്ന് പറഞ്ഞാൽ ഞാൻ എന്നും കാണുന്ന എൻ്റെ അമ്മ മാത്രമാണ്. നമുക്ക് അങ്ങനെ ഒരാളെ ജഡ്ജ് ചെയ്തിട്ട് ഒരാളുടെ പേര് ഒരിക്കലും പറയാൻ പറ്റില്ല. അങ്ങനെ അർഹതപ്പെട്ട ഒരാളെന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ അങ്ങനെ ആരുമില്ല. ശൈലജ ടീച്ചർ അവരെ മാത്രമേ പറയുന്നുള്ളൂ എല്ലാവരും. വേണമെങ്കിൽ എൻ്റെ പേര് പറഞ്ഞു. നന്നായിരിക്കും അത്. നന്നായിട്ട് ഭരിക്കാല്ലേ, എല്ലാവർക്കും നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന ആര് വന്നാലും എനിക്ക് ഓക്കെയാണ്. ഞാനൊരു സജഷൻ അങ്ങനെ പറയില്ല. ഭരണമെന്നല്ല ഞാൻ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും അമ്മയ്ക്ക് ഇപ്പം ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ എങ്ങനെ ഡീൽ ചെയ്യണമെന്ന് അമ്മയ്ക്കറിയാം. അപ്പോൾ ഒരാളുടെ വിഷമം കണ്ട് മനസ്സിലാക്കി പെരുമാറുന്നത് എങ്ങനെയാണെന്നൊക്കെ അമ്മയ്ക്കറിയാം. കാരണം എല്ലാ കാര്യങ്ങൾക്കും അമ്മയ്ക്ക് ഒരു പ്രത്യേക കഴിവുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ അമ്മയുടെ പേര് പറയാം. പക്ഷേ അമ്മയ്ക്ക് സെൻസിറ്റീവാണ്. ഇപ്പം മുഖ്യമന്ത്രി എന്ന് പറയുമ്പോഴത്തേക്ക് കുറച്ചും കൂടി ഒരു ബോൾഡായിട്ടുള്ള ആൾ വേണ്ടേ. അതുകൊണ്ടാണ് ഞാൻ അമ്മയുടെ പേര് പറയാത്തത്. ഇനി സ്വയം മുഖ്യമന്ത്രിയായാൽ ചെയ്യുന്ന ആദ്യത്തെ കാര്യം? എനിക്ക് ആ ഒരു സ്ഥാനം ഒരിക്കലും യോജിക്കില്ല. വലിയ ക്രൈമുകൾ, റേപ്പുകൾ, പ്രത്യേകിച്ച് ഈ ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ, കുട്ടികളെ, അങ്ങനെയുള്ള റേപ്പുകൾക്ക്, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പെട്ടെന്നൊരു എന്താ പറയുക, സഡൻ ആക്ഷൻ എടുക്കാൻ ഉള്ളൊരു എന്ത് ആക്ഷൻ ആയിരിക്കും എടുക്കുന്നത് ഒരു മുഖ്യമന്ത്രിയാകുമ്പോൾ? പിന്നത്തേക്കാർക്ക് ശിക്ഷ വെക്കത്തില്ല, ഓൺ സ്പോട്ടിൽ ആളെ തീർക്കണം. ആ ഒരു സംഭവം നമ്മുടെ കേരളത്തിൽ വരണം. ഞാൻ കൊണ്ടുവരും. നീ കൊണ്ടുവരും. ഞാൻ ഇപ്പൊ നടക്കുന്ന കാര്യമാണ് കറന്റ് സിനാരിയോ ആണ് പറയുന്നത്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വെള്ളക്കെട്ടും കാര്യങ്ങളൊക്കെയാണ്. അത് ഭയങ്കര ദുരിതമാണ്. അത് കുഞ്ഞു പിള്ളേരോട് ഇപ്പോൾ സ്കൂളുകൾ മുടങ്ങണു, അതേപോലെ ഒരു മനുഷ്യന് ഒരുപാട് അപകടങ്ങൾ വരുന്നു, ഒരുപാട് പേര് മരിക്കുന്നു. സോ അതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ മറ്റേ ഡ്രെയിനേജ് ഫെസിലിറ്റിയും പിന്നെ ഈ ഒരുപാട് ബിൽഡിങ്സ് വന്നിട്ട് എന്തിനാണെന്ന് എനിക്കറിയത്തില്ല. ആൾക്കാരെല്ലാവരും കൂടി കേരളത്തിലേക്കാണ് വന്ന് താമസിക്കുന്നതെന്ന് പോലും മനസ്സിലാവില്ല. പോപ്പുലേഷൻ കൂടുന്നുണ്ട്. അപ്പോൾ ഇതിനൊക്കെ എന്തെങ്കിലും സൊല്യൂഷൻ ചെയ്യാൻ പറ്റുമോ നോക്കും. പിന്നെ സ്ത്രീ സുരക്ഷ മസ്റ്റ്. സ്ത്രീകൾക്ക് മദ്യപാനം കുറച്ച് കൂടുതലാണെന്ന് പറയുന്നത് കേട്ടോ. മദ്യപിക്കുമോ? പിന്നെ തീർച്ചയായിട്ടും ഇല്ലാന്നൊന്നും പറഞ്ഞ അങ്ങനെ വലിയ മറ്റേ രാമനൊന്നും ചമയുന്ന അങ്ങനൊന്നുമില്ല. ഉണ്ടായിട്ടുണ്ട്, അല്ല കുടിച്ചിട്ടുണ്ട്. അതിനെ പറ്റി ചേട്ടൻ എന്താ അഭിപ്രായം? അങ്ങനെ സ്ത്രീകൾ അങ്ങനെ കുടിക്കുന്നതിന് എതിരൊന്നും അല്ല. അതൊക്കെ ഓരോ ആൾക്കാർ ഇപ്പം ആണുങ്ങൾ മാത്രമേ അല്ലെങ്കിൽ പുരുഷന്മാർ മാത്രമേ കുടിക്കാൻ പറ്റൂ എന്നുള്ള നിയമമൊന്നുമില്ലല്ലോ. ബോട്ടിലിനകത്ത് എഴുതിയൊന്നും വെച്ചിട്ടില്ല ഇന്ന ആൾക്കാർ മാത്രമേ കുടിക്കാൻ പാടില്ല, എല്ലാവരും കുടിക്കാം. അവർ മദ്യപിച്ചോട്ടെ, പിന്നെന്താ അവരെ പൈസ അവർ മദ്യം സുലഭമായി ലഭിക്കുന്നുണ്ട്. അവരെ പൈസയ്ക്ക് അവർ മദ്യപിക്കുന്നു, അവർ എൻജോയ് ചെയ്യട്ടെ. ഞാൻ ഒന്നിനോടും നോന്ന് ഞാൻ പറയാറില്ല, നെഗറ്റീവ് ആണെന്നൊന്നും ഞാൻ പറയത്തില്ല. ബിക്കോസ് കൾച്ചർ മാറി. ഇപ്പോൾ പണ്ടൊക്കെ നമുക്ക് പറയാനാണെങ്കിൽ ബാംഗ്ലൂർ പോലത്തെ ഒരു മെട്രോപൊളിറ്റൻ സിറ്റി അല്ലെങ്കിൽ അവിടെ അടിച്ചു പൊളിക്കുന്ന കുറച്ച് കൈൻഡ് ഓഫ് ആൾക്കാർ, ഷോർട്ട് ഡ്രസ്സ് അങ്ങനെയുള്ളവർക്കാണെങ്കിൽ മദ്യം അല്ലെങ്കിൽ ഇപ്പോൾ സ്മോക്കിംഗ് ആണെങ്കിലും ഉണ്ട്. പെൺകുട്ടികളോ ആൺകുട്ടികളോ ഒരേപോലെ ചെയ്യുന്ന കാര്യമാണ്. ഒന്നിനും ഞാൻ നെഗറ്റീവാണെന്ന് പറയത്തില്ല. അതൊക്കെ മേ ബി കൾച്ചർ മാറുന്നതിൻ്റെ ആയിരിക്കും. ഇതൊരു സ്ഥിരം ശീലമാക്കരുത് എന്നുള്ളൊരു അഭിപ്രായമുണ്ട്. അഭിനയ രംഗത്തില്ലായിരുന്നുവെങ്കിൽ, എത്തിയില്ലായിരുന്നെങ്കിൽ എന്തായിരിക്കും? ഏത് മേഖലയായിരിക്കും? ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അത് ഞാൻ ഭയങ്കര എന്താ പറയുക കോൺഫിഡൻ്റ് ആയിട്ട് പറയുന്ന ഒരാളാണ്. കാരണം ഞാൻ 2.5 വയസ്സിൽ ഡാൻസ് അരങ്ങേറിയ ആളാണ്. അരങ്ങേറിയെന്ന് വെച്ചാൽ മറ്റേ ടിങ്കി ഡോങ്കിഡിങ് ആ പാട്ടൊക്കെ ഞാൻ ആ സമയത്ത് കളിച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഭരതനാട്യം കളിച്ചു. അമ്മ ഡാൻസ് ടീച്ചറാണ്, ഡാൻസ് സ്കൂളുണ്ട്, സ്മൃതി സ്കൂൾ ഓഫ് ഡാൻസ് എന്നാണ് പേര്. അപ്പോൾ അങ്ങനെ ഒരു ബ്ലെസ്സിങ് എനിക്ക് ഉള്ളതുകൊണ്ട്, ആ സൈഡിലേക്ക് ബ്ലെസ്സിങ് ഉള്ളതുകൊണ്ട് എനിക്ക് ഡാൻസ് അറിയാം. ക്ലാസിക്കൽ ഡാൻസറാണ്, പിന്നെ സർട്ടിഫൈഡ് സുംബ ട്രെയിനറാണ്, പിന്നെ ഞാൻ പാട്ട് പാടും. അത് മാത്രമല്ല സ്പോർട്സിലാണെങ്കിൽ ടെന്നീസ്, ടേബിൾ ടെന്നീസ് അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട്. ഞാൻ അഭിനയ രംഗത്തായിരുന്നില്ല. ഞാനൊരു ബിസിനസ്സൊക്കെ ആയിട്ട് ഇതായിരുന്നു. അപ്പോൾ എന്നിട്ട് ബിസിനസ്സൊക്കെ പൊളിഞ്ഞ് പാളിഷായി അങ്ങനെ വന്ന് നിന്നപ്പോൾ യാദൃശ്ചികമായിട്ട് എനിക്കിതുമായിട്ട് യാതൊരു ബന്ധമില്ലായിരുന്നു. അപ്പോൾ ബന്ധമുള്ളത് എൻ്റെ വീട്ടിലെ ചേട്ടനാണ്. അപ്പോൾ അങ്ങനെ യാദൃശ്ചികമായിട്ട് വന്ന് പെട്ടതാണ്. പെട്ടപ്പോൾ കൊള്ളാമെന്ന് തോന്നി. അങ്ങനെ പിന്നെ അതിനുവേണ്ടി പരിശ്രമിച്ച് ഇങ്ങനെ നിൽക്കുന്നതേ ഉള്ളൂ. എന്തായാലും കല്യാണം കഴിച്ച് കൊച്ചുങ്ങളായിട്ട് അങ്ങ് ഒതുങ്ങി കൂടുന്ന ഒരു സംഭവം എന്തായാലും വരത്തില്ല. എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്തിട്ട് അങ്ങനെ മുന്നോട്ട് പോകും. എനിക്ക് ഈ ട്രാവലിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ടൂറിസം റിലേറ്റഡ് ആയിട്ടുള്ള വർക്കുകൾ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അല്ലെങ്കിൽ ഇങ്ങനെ ട്രാവൽ ചെയ്യുന്ന ടൈപ്പ് വർക്കുകൾ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്.
എനിക്ക് കുട്ടിക്കാലത്തൊക്കെ മിലിറ്ററി ഭയങ്കര ഇഷ്ടമുള്ളൊരു മേഖലയായിരുന്നു. മിലിറ്ററി ഡിഫൻസ് ഒക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. എൻ്റെ മാമൻ മിലിറ്ററി ആയിരുന്നു. അങ്ങനെ അതിനകത്ത് നിന്ന് ഇൻസ്പയർ ആയിട്ടാണ് മിലിറ്ററി ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമായിരുന്നു. പിന്നെ ആയപ്പോഴത്തേക്ക് അത് മാറി. അത് ആ ഒരു കുട്ടിക്കാല ആ ഒരു സമയത്തൊക്കെയാണ് ഞാൻ ഈ ഇൻഡസ്ട്രിയിലോട്ട് വരുന്നത്. അപ്പോഴും എനിക്ക് അത് ഭയങ്കര ഒരു താല്പര്യമുള്ള കാര്യമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് പോലീസ് അങ്ങനത്തെ ഉള്ള രീതിയിലേക്ക് മാറി. ഒരു IPS റാങ്കുള്ള അതൊക്കെ അങ്ങനെയൊക്കെ വേണം എന്നുള്ള രീതിയിലേക്കായിരുന്നു പിന്നെ എൻ്റെ മൈൻഡ് സെറ്റ് ഉണ്ടായിരുന്നത്.